അല്പസമയ ദൈവവചന ധ്യാനത്തിനായിട്ട് ഉത്തമഗീത പുസ്തകം സോങ് ഓഫ് സോങ്സിന്റെ 14-ാമത്തെ വാക്യം വായിക്കാം. സ്തോത്രം. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതും ആകുന്നു. ഉത്തമഗീത പുസ്തകം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. Song of Songs chapter 2 verse 14. ആമേൻ. ഇവിടെ ഹല്ലേലൂയ വായിച്ച ദൈവത്തിന് സ്തോത്രം. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ എന്ന് ദൈവത്തിന്റെ സ്തോത്രം ഉത്തമഗീത പുസ്തകത്തിൽ ദൈവത്തിന്റെ സഭയെ ഓർപ്പിക്കുകയാണ്. And here in the book of in the Song of Songs, here it says, "O my dove that art in the clefts of the rock, that lives in the secret place of the stairs." ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പ്രാവ ദൈവത്തിന്റെ സഭയോട് പറയണം, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ, നിന്റെ സ്വരം ഇമ്പമുള്ളത്, നിന്റെ മുഖം സൗന്ദര്യമുള്ളത് ആകുന്നു എന്ന് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. And this dove is being compared to the church, and it is said about the church that let me see thy countenance, let me hear thy voice, for sweet is thy voice and thy countenance is comely. ഒരു പ്രതിസന്ധിയുടെ നടുവിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കുന്ന ഒരു പ്രാവിനെ കൈവിടാതെ അതിന്റെ ശബ്ദം കേൾക്കാനും അതിന്റെ മുഖം കാണാനും ആഗ്രഹിക്കുന്ന സഭയുടെ കാന്തനായ നാഥന്റെ ആഹ്വാനമാണ് നമ്മൾ കേട്ടത്. സ്തോത്രം. And this is what is said by Lord Jesus, who is it is said by our Lord Jesus, who says to the church that he compares this dove with the church, and like how the dove is hiding in the clefts of the rock, he is calling out to the church so that he could listen to their voice. പ്രാവ് എന്നുള്ളത് ദൈവത്തിന്റെ സഭയ്ക്ക് സാദൃശ്യമാണ്. And this dove is being compared to the church. അവിടെ സ്വരം കേൾക്കാനിരിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. And the one who is yearning to listen to her voice is our Lord Jesus. എങ്ങനെയുള്ളവരുടെ ശബ്ദവും എങ്ങനെയുള്ളവരുടെ മുഖവുമാണ് കർത്താവ് കേൾക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നത് എന്ന് ഉത്തമഗീത പുസ്തകത്തിൽ നമ്മെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. And through this the word of God reminds us that whom does our Lord desire to, whose voice does he desire to listen to, and whose face does he desire to see? അത് നമുക്ക് എല്ലാവർക്കും, പ്രാർത്ഥിക്കുന്നവർക്കും ഇന്ന് പകൽ പല പ്രതിസന്ധി പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കും കർത്താവുമായിട്ട് ഒത്തിരി അടുക്കാനും ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കാനും ഒക്കെ ഇത് നമ്മെ വളരെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യും. സ്തോത്രം. We who pray and we who are waiting in the Lord's presence for several things, this verse shall enable us, this verse shall strengthen us and motivate us to be in his presence. കർത്താവ് ആഗ്രഹിക്കുന്നത് പാറയുടെ പിളർപ്പിൽ ഇരിക്കുന്ന ഒരു പ്രാവിനെ അതിന്റെ ശബ്ദം അതിന്റെ മുഖം കാണാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. Desires to look at the face of the dove and to listen to her voice. അത് ഇരിക്കുന്ന ഇരിപ്പിടത്തെ കുറിച്ച് ഉത്തമഗീത പുസ്തകത്തിൽ വളരെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത്, ഇത് സാധാരണ സ്ഥലത്തല്ല ഇരിക്കുന്നത്, ഒരു കടുംതൂക്കാണ്. ഏത് സമയത്തും ആ കടുംതൂക്ക് എന്ന് പറയുന്നത് വളരെ ഒരു നല്ല ലെവലുള്ള സ്ഥലമല്ല. അതിങ്ങനെ നേരെ ലംബമായിട്ട് ഏത് സമയത്തും അത് സ്തോത്രം താഴോട്ട് നോക്കിയാൽ അഗാധമായ ഗർത്തങ്ങളും കുഴികളും ഉണ്ട്. ഭയാനകമാണ്, കടുംതൂക്കാണ്, അതിന്റെ ചരിവാണ്. ഭയങ്കര ഭയാനകമായ ഒരു സാഹചര്യത്തിന്റെ നടുവിൽ
കടുന്തൂക്കിന്റെ ആ പ്രതിസന്ധി, താഴോട്ട് നോക്കിയാൽ അഗാധമായ കുഴിയും താഴ്വരകളും വളരെ ഭീതിജനകമായ ഒരു സാഹചര്യത്തിന്റെ നടുവിൽ ഇരിക്കുന്ന ഒരു പ്രാവിനോട് തുല്യമായിട്ടാണ് ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിലായിരിക്കുന്നതെന്നാണ് ഓർപ്പിക്കുന്നത്. And here the word of God reminds that a child of God is also in a similar situation, just as like this dove who is not hiding in an ordinary place, is not hiding on a plateau, whereas he is hiding in a cliff. A cliff is something where we know if you look down from the cliff, all you can see is just deep pit and valley. So basically this dove is in a very frightening situation. This is being compared to the life of a child of God. ഇന്നവേളനെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ചെറുതും വലുതുമായ ഏത് വിഷയങ്ങളുടെ നടുവിലും നമ്മെ കാണുകയും നമ്മുടെ പ്രാർത്ഥനാ സ്വരം, ഇവിടെ നമ്മുടെ സ്വരം കേൾക്കി, ഇന്ന് പാട്ടുപാടി ആരാധിച്ചു, പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുത്തു, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ആ സ്വരം കേൾക്കുന്നു. നമ്മുടെ മുഖം കാണുന്ന, നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിലും ഭാരങ്ങളുടെ നടുവിലും ദൈവത്തെ അന്വേഷിക്കുന്ന ആ മുഖം കാണുന്ന ഒരു നാഥൻ ഇതിന്റെ നടുവിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. Even today, whatever be a problem, be it small or big, whatever be the problem that we are crying on to the Lord, our God is the one who sees our face. He listens to our voice and he listens carefully to what we are saying. നീ ഏത് സാഹചര്യത്തിൽ എങ്ങനെയാണ് നീ ഇരിക്കുന്നത്, അള്ളിപ്പിടിച്ച് നീ അവിടെ ഇരിക്കുന്നത്? ചിലര് നമ്മളോട് ചോദിക്കും എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ദൈവകൃപയാൽ ഇങ്ങനെ ഇരിക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. So that when people ask us that how are you doing, the answer that we give is by the grace of God, or it is by his grace, by his grace that I am here, that I am here in this situation. പലപ്പോഴും നമ്മൾ അന്യോന്യം ദൂരെ ഇരിക്കുന്നെങ്കിലും ഹൃദയം കൊണ്ട് നമ്മളെല്ലാ ദൈവമക്കളും ഒരുമിച്ചാണ്. നമ്മൾ ക്ഷേമം അറിയാറുണ്ട്, എപ്പോഴും നമ്മൾ ആ ദൈവസ്നേഹം പങ്കിടാറുണ്ട്. നമ്മളെല്ലാം അന്യോന്യ ദൈവസ്നേഹത്തിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാൻ, നമ്മളെ ദൈവത്തിന്റെ കൃപ കൊണ്ട് ദൈവം നമ്മളെ ഇങ്ങനെ എല്ലാവരെയും നിർത്തുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. And if somebody asks us that how are we doing, all that we can say is it is only by his grace that we are standing. ഹല്ലേലൂയ. ഇനിയും ആ കൃപയിൽ അധികമായി നമുക്ക് വർദ്ധിച്ചു വരുവാനും ആ കൃപ ആസ്വദിക്കുവാനും ദൈവം നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. May God bless us and may God strengthen us to continue to experience that grace and continue to grow in that grace. ഈ പ്രാവ് എവിടെ ഇരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് ഒരു വലിയ വിഷയമൊന്നുമല്ല. അല്ലെങ്കിൽ അത് കടുന്തൂക്കിലാണ്, ആരും ശ്രദ്ധിക്കപ്പെടാത്ത, ആരും റെക്കഗ്നേഷൻ അംഗീകരിക്കപ്പെടാത്ത ഒരു സ്ഥലത്താണ് ഇരിക്കുന്നതെന്നോ, ഒരു പ്രതിസന്ധിയിലാണ് ഇത് ഇരിക്കുന്നതെന്നും, ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണോ, ഇതൊന്നും വിഷയമല്ല. അതിന്റെ നടുവിലും സുരക്ഷിതത്തിൽ പരിപാലിക്കുകയും അതിന്റെ നടുവിലും അതിന്റെ നാവിൽ നിന്ന് വരുന്ന ഇമ്പമാർന്ന സ്വരം കേൾക്കുവാനും അവിടെ ഇരിക്കുമ്പോൾ തന്നെ ആ മുഖം കാണുവാനും സഭയുടെ കാന്തനായ നാഥൻ ആഗ്രഹിച്ച പ്രാവിന്റെ പിന്നാലെ വരുന്ന ഒരു അനുഭവമാണ് ഈ വേദഭാഗം. And the place where this dove is hiding, no matter how frightening that place looks, no matter how dull that place looks, no matter that place, that dove might not have enough love or might not have enough recognition, but our God is not looking onto any of those things, but all that he desires is to keep that dove safe over there and to listen to her beautiful voice. ഞാൻ നിങ്ങൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കടുന്തൂക്കിന്റെ അനുഭവങ്ങൾ ചിലപ്പോഴൊക്കെ നമുക്കൊക്കെ വരാം. സ്തോത്രം. എങ്കിലും അതിന്റെ നടുവിൽ നമ്മളെ ജീവിപ്പിക്കുന്ന നമ്മെ കാണുന്ന കർത്താവും അവന്റെ ശബ്ദവും നമ്മുടെ നടുവിലുള്ളതും നമ്മളെ ബലപ്പെടുത്തി നിർത്തുന്നത് ഓർത്ത് ഈ വിശുദ്ധ ആരാധന കാര്യങ്ങളോട് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. Let us lift our hands and praise God for all the blessed ways in which Lord is keeping us, even in all the situations that we face in our life that are cliff-like. ഇവിടെ പിളർന്ന പാറയിൽ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ മറയുന്ന ഒരു പ്രാവിനെയാണ് നമുക്ക് കാണുന്നത്. And here we see the dove is hiding behind the rocks. പിളർന്ന പാറ, ആ പിളർന്ന പാറയിൽ മറയുന്ന ഒരു പ്രാവാണ് ദൈവത്തിന്റെ സഭ. ദൈവത്തിന്റെ സ്തോത്രം.
church of God that is compared to this dove is like this dove who is hiding in the clefts of the rock. അവിടെ ഇരിക്കുന്നെങ്കിലും ആ പ്രാവിന്റെ ആഗ്രഹം ദൈവത്തിന്റെ മുഖം കാണണമെന്നുള്ളതാണ് ദൈവത്തിന്റെ സ്തോത്രം. Though the dove is hiding there in the clefts of the rock, her only desire is to look onto the face of her creator. ഓരോ ഭക്തന്റെ ആഗ്രഹം യഹോവയുടെ മനോഹരത്വം കാണണം, യഹോവയുടെ ആലയത്തിൽ വസിക്കണം, ദീർഘകാലം വസിക്കണം. അവന്റെ വൺ തിങ്, ഞാൻ ഒരു കാര്യം ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഓരോ ഭക്തന്മാരുടെ ആഗ്രഹം. സ്തോത്രം. And each and every child of God, each and every devotee of God he desires that to be in God's presence, to live in the house of God forever and to look onto his beauty. ആമേൻ, സ്തോത്രം. പക്ഷേ നമുക്ക് ദൈവമുഖം കാണാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. But can we actually see the face of our God? കഴിയുമെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ദൈവത്തിന്റെ സ്തോത്രം. And if we can see, then what is the reason for that? ഈ വേദഭാഗത്തിൽ എങ്ങനെയായാൽ നമുക്ക് ദൈവമുഖം കാണാൻ കഴിയും? ദൈവത്തിന്റെ സ്തോത്രം. And how can we prepare ourselves to see his face? ഇപ്പോൾ ഒരു ദൈവ പൈതലിന് ആ ദൈവമുഖം ഈ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഓരോ വിഷയങ്ങളുടെ നടുവിലും ദൈവമുഖം നമുക്ക് കാണുവാനും ദൈവത്തെ അനുഭവിച്ചറിയുവാനും കഴിയും. ദൈവത്തിന് സ്തോത്രം. And even amidst our problems and trials, we can see his face and we can experience him. നമ്മള് പല ഭാഗങ്ങളിലും വായിക്കുന്നുണ്ട്, ഞാൻ എടുപ്പിക്കുന്നില്ല, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് നമ്മളെ പല ഭാഗങ്ങളിലും നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. And in several places in the word of God we read that nobody has seen our God. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ഭക്തനായ യോബിനെ പോലുള്ളവർ പറയുമ്പോൾ ആമേൻ ഓർപ്പിക്കുന്നത്, ഞാന് ശബ്ദം കേട്ടു, ഒരു കേൾവി കേട്ടു, ദൈവമേ ഞാൻ നിന്റെ കേൾവി കേട്ടു എന്ന്, ആ ശബ്ദം കേട്ടു, ഞാൻ അനുഭവിച്ചറിഞ്ഞു എന്ന് തന്റെ ജീവിതാനുഭവങ്ങളിൽ പറയുന്നത് നമ്മൾ വായിക്കാറുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. In the book of Job, it says that, Lord, I have listened to your voice, I have experienced you, I have known about you. ഒരു മനുഷ്യന് ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല, കണ്ടാൽ അവന് ജീവിച്ചിരിക്കാൻ പറ്റുകയില്ല എന്നുള്ള വേദഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. In the word of God, in several places we read that a man cannot visibly see God, and if he sees, he will not live. എന്നാൽ ദൈവത്തെ നമുക്ക് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനും അവന്റെ ശബ്ദം കേൾക്കുവാനും നമുക്ക് കഴിയും. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ബലവും ധൈര്യവും എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. We can experience God in all through the walks of our life, and that is the strength and confidence that we have. മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമാണ് എന്ന് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. And in the word of God we read that no human being can see God. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഭക്തന്മാരായ പലര് ദൈവത്തിന്റെ ആ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. But several men of God in the word we read that they have experienced God's presence. അതെ, ഈ ഇതുപോലുള്ളതായ ഈ കടുന്തൂക്കിന്റെ മറവിലും ഇതുപോലുള്ള ചില അനുഭവങ്ങളുടെ നടുവിലാണ് അവര് ദൈവശബ്ദവും ദൈവത്തിന്റെ മുഖമൊക്കെ അവർക്ക് അനുഭവിച്ചറിയുവാനിടയായത്. ദൈവത്തിന്റെ സ്തോത്രം. And the men of God in the word of God that we read, we see that it is during these cliff-like experiences that they have in their life, that is when they experience God in their life. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം നമ്മൾ വർദ്ധിക്കാനും വിശ്വാസത്തിന്റെ ആഴത്തിലൂടെ ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടുവാനും ഇടയാകും എന്ന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ആലോചന നമ്മെ വിളിച്ചറിയിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. So this word of God reminds us that the small trials that we face in our life will determine the depth of our faith, and we can experience God during those difficult times. വിശ്വാസത്തിന്റെ ആഴം കൂട്ടാൻ ഇന്ന് പകൽ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ വിളിച്ച ദൈവം ഇതിലേ, വിടുവിച്ച ദൈവം ഇതിലേ, സൗഖ്യം തന്ന ദൈവം ഇതിലേ, നിന്റെ വിശ്വാസത്തിന്റെ ആഴം കൂട്ടാൻ ദൈവാത്മാവ് ഇന്ന് പകൽ നിന്നോട് ഇടപെടുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. And this is what the Holy Spirit wants to talk to you, you who have been delivered by God, you who have been healed by God, that you need to increase the depth of your faith. ദൈവത്തിന് സ്തോത്രം. ഭക്തന്മാർ പാടി, ആഴിയെന്നോർത്തില്ല, ആരം ആരാഞ്ഞില്ല, അലകൾക്ക് ഞാൻ ഭയപ്പെട്ടില്ല, എന്നാൽ നിന്റെ ശബ്ദം കേട്ടപ്പോൾ ആഴമറിയാതെ ഞാൻ നിന്റെ പിന്നാലെ ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം. And a man of God wrote this song which says that
I was not bothered by the depth. I was not bothered by the depth of the problem. I was not bothered by the intensity of problem. But when I listened to your voice, I left all of it, and I decided to follow you. നീ നാഥന്റെ ശബ്ദം കേട്ട് ഇറങ്ങിയതുകൊണ്ട് ആഴത്തിന്റെ നടുവിലും ശ്വാസത്തിന്റെ ആഴം വർദ്ധിപ്പിച്ച് ഹല്ലേലൂയ ജീവിതങ്ങളെ ഹല്ലേലൂയ കരങ്ങളിൽ വഹിച്ച് നടത്തുന്ന ദൈവത്തിന്റെ ആ ശക്തിയും സാന്നിധ്യവും ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. Listen to God's voice amidst your trial. The depth of your faith increased, and God led you beautifully and miraculously through it. എങ്ങനെ മുന്നോട്ടെന്ന് ഉള്ളിൽ ചിന്തിക്കുന്ന ദൈവം ഇതില് വിശ്വാസത്തിന്റെ ആഴം ദൈവം നിന്നെ കാണിക്കാൻ പോകുകയാണ്. If you are confused and perplexed, thinking that how will I go forward? How will I move forward from here? The Holy Spirit wants to remind you. God wants to show you the depth of the faith. ഇത്ര പേർക്ക് അങ്ങനെ വിശ്വാസമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ വിളിച്ച ദൈവത്തിന്റെ വിടുവിച്ച ദൈവത്തിന്റെ ശ്വാസത്തിന്റെ ആഴം നിന്റെ ജീവിതത്തിൽ കൂട്ടുന്ന കാലങ്ങൾ നാളുകൾ വരുന്നു എന്ന് പറയുക. Many people believe that the God who delivered you, the God who healed you, in the coming days God is going to bring opportunities wherein the depth of your faith would be increased. ഒരിക്കൽ കണ്ട പ്രകാശനം, ഒരിക്കൽ സ്പർശനം അനുഭവിച്ച, ഒരിക്കൽ വിടുവിച്ച കർത്താവ് അവൻ മാറിപ്പോയിട്ടില്ല. അവൻ സമീപത്തുണ്ട്. അവൻ വിശ്വാസത്തിന്റെ പ്രവൃത്തിയുടെ ശ്രേഷ്ഠത നിന്റെ ജീവിതത്തിൽ തെളിയിക്കുന്ന കാലങ്ങൾ മുമ്പിലുണ്ട്. And the God who once healed you, the God who once delivered you, he hasn't left you, he hasn't forsaken you, he's right next to you, and in the coming days he's going to reveal those works, those acts of faith through your life. ഇത്ര നല്ലവനായ കർത്താവ്, ഒരിക്കലും മാറിപ്പോകാത്ത കർത്താവ്, ആമേൻ, ഈ കടുതൂക്കിന്റെ നടുവിലും ഈ സഹായത്തിൽ നമ്മളെ ഉള്ളതോർത്ത് കരങ്ങളെടുത്ത് ദൈവത്തെ സ്തുതിക്കാം. This good God, this faithful God, even during this cliff life experiences, has not left us, and he is with us. For that, let's praise God. കടുതൂക്കിന്റെ നടുവിൽ അള്ളി പിടിച്ചിരിക്കുന്ന താഴ്വര ഗർത്തമായിരിക്കുന്ന അതിന്റെ നടുവിൽ പിടിച്ചിരിക്കുന്നതിന്റെ സ്വരം കേൾക്കാൻ ആഗ്രഹിച്ചതിന്റെ മുഖം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല നാഥൻ ഈ സഹായത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. We have a good Father, we have a good God who desires to listen to the voice of that dove who is hiding on the cliff, and he is desiring to see the face of that dove who is hiding there. നീ താഴെ പോകാതെ, ദൈവത്തിന് സ്തോത്രം, എത്ര പേർക്ക് സന്തോഷമുണ്ട്. താഴോട്ട് നീ പോകാതെ നിന്നെ സുരക്ഷിതത്തിൽ ഈ കടുന്തൂക്കിന്റെ കാലഘട്ടങ്ങളിൽ പിളർന്ന പാറയിൽ, ദൈവത്തിന് സ്തോത്രം, നിന്നെ സുരക്ഷിത വലയത്തിൽ സൂക്ഷിപ്പാൻ ദൈവത്തിന് സ്തോത്രം, നിന്റെ സ്വരം, നിന്റെ ശബ്ദം കേൾക്കുവാൻ, നിന്റെ മുഖം കാണുവാൻ അവൻ ഇന്ന് പകൽ കൊതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And he will not allow you to fall down from the cliff, whereas wherever you are, he'll protect you, he'll keep you safe, and he desires to listen to your voice, he desires to look onto your face. നമുക്ക് കർത്താവിന്റെ മനോഹരത്വം കാണാൻ ആഗ്രഹമുള്ളത് പോലെ തന്നെ തിരിച്ച് കർത്താവിന് നമ്മുടെ മുഖം കാണാനും സ്തോത്രം, സ്തോത്രം, പ്രാർത്ഥിക്കുന്ന, കർത്താവിന് വേണ്ടി നിൽക്കുന്ന, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ദൈവത്തോട് ചേർന്നിരിക്കുന്ന, ദൈവത്തിന്റെ മുഖം കാണാനും സ്വരം കാണാനും വില തരുന്ന ഒരു കർത്താവ് ഇതിന്റെ നടുവിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. And we have a God who's ready to pay the price, to look onto your face, to hear your voice. You who wait on to the Lord, you who pray to the Lord, you who worship the Lord, you who cling on to the Lord. ഹല്ലേലൂയ. ഈ അതരമനഗസ്യ ഹല്ലേലൂയ. സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ കടുന്തൂക്കിലൊക്കെ ഇരുന്ന വ്യക്തികളിൽ ഈ യോഹന്നാനൊക്കെ ഇതുപോലൊക്കെ ഇരുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. We know that John also had a similar cliff-like experience. ഹല്ലേലൂയ. പത്മോസിൽ അവൻ ഇരുന്നപ്പോൾ, ഹല്ലേലൂയ, ഏകാന്തത അനുഭവിച്ചപ്പോൾ, ഒറ്റപ്പെട്ടപ്പോൾ, ഏകാന്തത അനുഭവിച്ചപ്പോൾ, ഹല്ലേലൂയ, വിശ്വാസത്തിന് വിള്ളൽ വീഴുമോ? ഹല്ലേലൂയ. സ്തോത്രം. അവൻ ചിന്തിച്ച സമയങ്ങളിൽ അവന്റെ വിശ്വാസത്തിന്റെ വിള്ളൽ വരുത്തുവാൻ അവൻ തകർന്നു പോകുമോ എന്ന് ചിന്തിച്ച സമയത്തൊക്കെ ഇറങ്ങി വന്ന കരത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടം. We know that in his cliff-like experience, we know about John that when he was alone on the island of Patmos, he thought that he might not stand. He thought he cannot withstand it anymore. He thought his faith might just crack up. He thought that he would just give up. But we know that how God protected him and how God sustained him over there.
ഹല്ലേലൂയ. ദൈവത്തിന് അവനെക്കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ശത്രുവാകുന്നവൻ വിവിധ പരിശോധനകളും ആമേൻ ഹല്ലേലൂയ അവന്റെ ജീവിതത്തിന്മേൽ അനേക വിള്ളലുകളും ആമേൻ ദൈവത്തിന് സ്തോത്രം പൂർത്തീകരണങ്ങളും വരുത്തിയില്ലെന്ന് വാദിച്ച സ്ഥാനത്ത് അവനെ കൊണ്ട് ദൈവം ഒരു വലിയ വെളിപ്പാട് അവനെ കൊണ്ട് ദൈവം ചെയ്യിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. Praise the Lord. The devil threatened that he would not allow God's purpose to be fulfilled in John's life. We know that how God miraculously showed him a vision, and then we know that how God showed him the vision, and God gave him the interpretation. ശത്രുവാകുന്നവൻ ദൈവത്തിൽ നിന്ന് നിന്നെ വിടിയിക്കുകയില്ല, അല്ലെങ്കിൽ നിനക്ക് ഇതോടുകൂടി തീർന്നു എന്നൊക്കെ അവന്റെ ഹൃദയത്തിൽ ശത്രു വിവിധ നിലകളിൽ ആമേൻ ഹല്ലേലൂയ വിവിധ നിലകളിൽ വിള്ളലുകൾ ഇടാൻ ശത്രു ശ്രമിക്കുമ്പോൾ ആമേൻ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് അതിന്റെ നടുവിലും ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അവൻ ആമേൻ കർത്താവിനെ കണ്ടപ്പോൾ കർത്താവിനോട് സംസാരിക്കുകയാണ്, നീ പേടിക്കേണ്ട, നീ ഭയപ്പെടേണ്ട, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. And we know that when the devil tried to threaten him, when the devil tried to break him up completely, we know that God encouraged him and told him that you don't worry. I hold the key to heaven and Hades. ദൈവത്തിൽ നിന്ന് അകറ്റുവാന്, വിവിധ വിഷയങ്ങളിൽ നിന്ന്, ദൈവീയ അനുഭവങ്ങളിൽ നിന്ന് അകറ്റിക്കളയുവാന്, പൂർത്തീകരിക്കുവാൻ അവനെ ഒരു വെളിപ്പാട് അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതുവാൻ കഴിയാതെ വണ്ണം, ഒരു ആത്മമണ്ഡലത്തിൽ കയറാൻ കഴിയാതെ വണ്ണം, പൂർത്തീകരിക്കാൻ കഴിയാതെ ശത്രു പോരാടിയ സ്ഥാനത്ത് ദൈവം ഒരു താക്കോൽ കൊടുത്ത് ദൈവം പറയാം, എല്ലാത്തിന്റെ താക്കോൽ എന്റെ കയ്യിലുണ്ട്, നീ ഭയപ്പെടേണ്ട, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. Devil tried in all his might to act against John. When devil tried to not fulfill God's purpose in John's life, we know that how God worked on John's behalf and showed him the key to heaven and Hades and told him not to worry. ദീർഘമായ ആഴമേറിയ വെളിപ്പാടിന്റെ കലവറ ആ ഭാരത്തിന്റെ നടുവിൽ ദൈവം എറിഞ്ഞിട്ട് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. That when he was all alone on that island, God gave him that beautiful vision. ദൈവത്തിന് സ്തോത്രം. ഒറ്റപ്പെട്ട പസ്മോസ്, ഏഷ്യ മൈനർ, ഹല്ലേലൂയ ചിറ്റാസിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങള്, ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഒരു ശബ്ദവും കേൾപ്പാനില്ല, ചില പക്ഷികളുടെ ശബ്ദം മാത്രം, ചില ജീവികളുടെ ശബ്ദം മാത്രം. അതിന്റെ നടുവിലതാ വീര്യസ്വരം, യോഹന്നാനി എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം. ദൈവത്തിന് സ്തോത്രം. Praise the Lord. That island of Patmos was truly an island in all sense, and there was no other neighboring land adjoined to it, and he was completely alone on that island. And even amidst that loneliness, he heard God's voice. അതിനകത്ത് ഒത്തിരി ഒന്നുമില്ല, നാഥന്റെ സ്വരം. സ്വരം കേൾക്കുകയാണ്. രണ്ട് താക്കോൽ, പാതാളത്തിന്റെ താക്കോൽ എന്റെ കയ്യിലുണ്ട്, മരണത്തിന്റെ താക്കോൽ എന്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിന് സ്തോത്രം. And then he heard God's voice very clearly saying that God is holding the keys to heaven and Hades. നീ ഭയപ്പെടേണ്ട, ഹല്ലേലൂയ നീ ഭയപ്പെടേണ്ട, ഇതെല്ലാം എന്റെ കയ്യിലാണ് ഇതിന്റെ താക്കോൽ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And God told him that you need not worry, I hold the key to all of these. ഈ പാതാളത്തിലൊക്കെ പോയ സ്റ്റോറി ഒക്കെ നമ്മളെ കർത്താവ് പറയുന്ന സ്റ്റോറികളൊക്കെ നമ്മളെ പഴയ പുതിയ നിയമത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. ഈ പോയവരുടെ ചരിത്രം. ദൈവത്തിന് സ്തോത്രം. And we know that we have learned about instances and stories that Lord himself told about Hades. അവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ കിടക്കുമ്പോഴാണ് മുകളിലോട്ട് നോക്കിയപ്പോൾ പറയുന്നുണ്ട്, ഒരു തുള്ളി വെള്ളം എന്റെ നാവിലോട്ടൊന്ന് തരണമെന്നൊക്കെ അവിടെ കിടന്നുകൊണ്ട് പാതാളത്തിൽ പോയൊരു പറയുന്ന സ്റ്റോറിയൊക്കെ കർത്താവ് പറയുന്നുണ്ട്. And we also know about stories wherein God says, God explains, God tells them, Jesus tells them that there's not a single drop of water there in hell, and we know that a person who had gone there actually looked up to yearn, he was really thirsty for some water. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തെ സേവിച്ചവർക്ക് ദൈവത്തിന് സ്തോത്രം, ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിച്ചവരാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. But the people who diligently serve God gain victory over all of these. പലരും പാതാളത്തെ പേടിക്കുന്നു, പലരും ഹല്ലേലൂയ പലതിനെയും പേടിക്കുമ്പോൾ ഇന്ന് പകൽ ഭയം നമുക്കില്ല. അതോർത്ത് കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Praise the Lord. Fear about Hades, they fear about hell, they fear about death. I praise God that we do not have that fear.
പാതാളത്തിലാണ് സാത്താനെ 1000 ആണ്ടയ്ക്ക് ബന്ധിച്ച് ചങ്ങലയിട്ട് പൂട്ടി താക്കോലിട്ട് പൂട്ടുന്ന 1000 വർഷം പൂട്ടിയിടുന്നത് ഈ പാതാളത്തിലാണ്. And it is in hell, that it is in Hades that God is going to chain Satan for 1,000 years. 1000 വർഷം കഴിഞ്ഞ് അവനെ അഴിച്ചുവിടുമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് It is സ്തോത്രം. said that after 1,000 years he will be released. അനേകർ പാതാളത്തെയും ഹല്ലേലൂയ മരണത്തെയും അനേക വിഷയങ്ങളെ ഭയപ്പെടുമ്പോൾ ഇന്ന് ദൈവമക്കൾക്ക് ഒരു ഉറപ്പുണ്ട്, കർത്താവിൽ ഒരു ഉറപ്പുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Praise the Lord. When people fear about Hades, they fear about death, I praise God that the children of God have that great confidence in God. ഈ കർത്താവ് ആമേൻ ഹല്ലേലൂയ പാറ പുലർന്ന പാറയാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. And we know that our God himself, he is rock of ages. ദൈവത്തിന് സ്തോത്രം. ആരാണ് ഈ പിളർക്കപ്പെട്ട പാറ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. This rock, he is our Lord Jesus himself. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ ഒരിക്കലും മാറ്റമില്ലാത്തവനാണ്. ദൈവത്തിന് സ്തോത്രം. And there's no change in him. He is an unchanging God. എബ്രായ ലേഖനം ഹീബ്രു ചാപ്റ്റർ 13 വേഴ്സ് 8 13ന്റെ 8ാം വാക്യത്തിൽ യെസ്റ്റർഡേ അവിടെ എഴുതിയിരിക്കുന്നത്, എബ്രായ ലേഖനം 13ന്റെ 8ാമത്തെ വാക്യം, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ജീസസ് ക്രൈസ്റ്റ് is the same yesterday and today and forever എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. യേശുക്രിസ്തു Chapter 13 verse 8 we read that Jesus Christ is the same yesterday, today and forever. ഈ പിളർക്കപ്പെട്ട പാറയിലാണ്, മാറാത്ത കർത്താവിലാണ് നമ്മള് ഈ പ്രതികൂലത്തിന്റെ നടുവിൽ നമ്മൾ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. The cleft rock and this unchanging God, that is Jesus himself, we are trusting. കടുന്തൂക്കിന്റെ മറവിൽ നമ്മൾ ഇരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർക്കണം, ഈ പാറ സ്തോത്രം ഈ പ്രശ്നങ്ങളുടെ രൂക്ഷിതമായ ഈ അന്തരീക്ഷത്തിന്റെ നടുവിൽ, ഈ ലോകം വ്യാപകമായി പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന പോലെ, ദൈവമക്കളെല്ലാം വായിക്കുന്ന പോലെ ന്യൂസുകൾ, പേമാരി, പകർച്ചവ്യാധി, കടുന്തൂക്ക് പോലുള്ള പ്രശ്നങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ നടുവിൽ നമ്മള് ദൈവസന്നിധിയിൽ എവിടെ ഇരിക്കുന്ന ദൈവമക്കളെല്ലാം എന്ന് പറഞ്ഞാട്ടെ, പുലർക്കപ്പെട്ട പാറയിൽ നമ്മൾ ഇരിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And even when these cliff life experiences that we can see nowadays that is happening around us, be it in terms of COVID, be it in terms of natural calamities that is hitting our region, we know that we as a child of God are hiding in that cleft of the rock. അതൊക്കെ സംഭവിക്കോളം ദൈവം നമ്മളെ ഈ കടുന്തൂക്കാവുന്ന ഈ പ്രശ്ന സങ്കീർണമായിരിക്കുന്ന അനുഭവത്തിന്റെ നടുവിൽ ദൈവം നമ്മളെ അവിടെ ഇരുത്തിയിരിക്കുക. സ്തോത്രം ചെയ്യാം. Even all these cliff-like problems, cliff-like experiences, God has made us to sit, made us to hide over there. ഇവിടെ നമ്മളെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പേരൻസ്, നാട്ടിലായിരിക്കുന്നവരെ, റിലേറ്റീവ്സ്, കസിൻസിനെ എല്ലാം ദൈവം ആ കടുന്തൂക്കിന്റെ നടുവിൽ അവിടെ ദൈവം ഇരുത്തിയിരിക്കുന്നു. അവിടെ സുരക്ഷിതത്തിൽ ഇരുത്തിയിരിക്കുന്ന വിശ്വാസമുള്ളവർ കരങ്ങളോട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And even when we are praying over here, when we are sitting over here, God is protecting our family members, God is protecting our parents back home. If you have that faith, just lift your hands and praise God. ഞാൻ വിശ്വസിക്കുന്നു. ദൈവം തന്ന നിയോഗത്തിൽ ദൈവം അവരെല്ലാം ഈ കടുതൂക്കിന്റെ നടുവിൽ സുരക്ഷിത വലയത്തിൽ ദൈവം മറച്ചിരിക്കുക. And I completely believe that even amidst this cliff-like experiences, God is protecting them, hiding them, keeping them safe. ഈ ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തിന്റെ ഈ ഒളിപ്പിക്കലുകൾ എന്ന് പറഞ്ഞൊരു ഭാഗം, ആമേൻ, ആ ഭാഗം എന്നെ പ്രകാശിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. And something that Holy Spirit reminds, the way God makes his children hide. ഈ മാതാപിതാക്കൾ ഒളിപ്പിച്ചാണ് മോശ, അത് മനുഷ്യരുടെ ഒളിപ്പിക്കലാണ്. ദൈവത്തിന് സ്തോത്രം. And we know that Moses' parents hid him in the basket, and that is a humanly hiding. എന്നാൽ പലയിടത്തും മാനുഷ്യമായ ഒളിപ്പിക്കലുകളുണ്ട്, എന്നാൽ ദൈവത്തിന്റെ ഒളിപ്പിക്കലുകളും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And there are several instances where we have seen how humans hide other people, but then there is also a godly hiding, or the way in which God hides his people. ഈ സാഹചര്യത്തിൽ ദൈവമക്കൾ ബലപ്പെടണം. ഈ ക്രോധം കടന്നു പോകുവോളം ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 26-ാം അധ്യായത്തിന്റെ നോക്കാതിന്റെ 26-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ ആ വാക്യത്തിലേക്ക് താഴോട്ട് വരുമ്പോൾ 18, 19, 20 നോക്കാൻ. ദൈവത്തിന് സ്തോത്രം. മലകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക,
ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. Hallelujah. And we read in the book of Isaiah chapter 26 verse 20, "Go home, my people, and lock your doors. Hide yourselves for a little while until the Lord's anger has passed." Praise the Lord. ഈ സാഹചര്യങ്ങളിൽ ദൈവമക്കൾ ഓർക്കുക, ആമേ, എന്റെ ജനമേ വരിക. എവിടേക്ക് വരിക? അറകളിലേക്ക് കടക്കുക എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ ഓർപ്പിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം. Yeah, the word of God reminds his people to go home and lock the doors behind them. ക്രോധം, ദൈവത്തിന്റെ ക്രോധം ഭൂമിയിൽ ചൊരിയുന്ന സമയങ്ങളിൽ ദൈവം അല്പസമയം അവൻ വന്ന് ഒളിച്ചിരിക്കുക എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം. And here God reminds them to hide for a while until the Lord's anger has passed. അപ്പൊ ദൈവമക്കളോടുള്ള ആഹ്വാനം എവിടെ ഒളിക്കാനാണ് ഇവിടെ പ്രവാചകൻ പറയുന്നത്? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Where is the prophet asking us to hide? അറകളിൽ കിടക്കുക എന്നാ പറയും. ദൈവത്തിന് സ്തോത്രം. He's telling us to hide in the chambers. കർത്താവും പറഞ്ഞു, വാതിലടച്ച അറയിൽ കടന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാകുന്ന അറയിലേക്ക് കയറാൻ രക്തത്താൽ. And this is what also Holy Spirit wants to remind us, to get into the room, to get into our chamber and lock the door and pray. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയാകുന്ന ഒരു അറ ദൈവം നമുക്ക്, നമ്മുടെ വീട്ടിൽ ഒത്തിരി അറകളുണ്ട്. പ്രൈസ് ഭവനത്തിന് ഒത്തിരി റൂം, എന്നാൽ പ്രാർത്ഥനയുടെ ഒരു അറ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. Praise God. We also have, humanly we have several rooms in our house, but I also praise God for we have that chamber of prayer. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ അറയുള്ള ഭക്തന്മാർ, ഭക്തമതികൾ ഏത് സാഹചര്യങ്ങൾ, അതാണ് ദൈവത്തിന്റെ ആലോചന. അവിടെ ഒളിച്ചിരിക്കുക, പ്രാർത്ഥനയിൽ മറഞ്ഞിരിക്കുക എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And this is what Holy Spirit wants to say to us, that get into that chamber of prayer and hide there for a while. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവിടെ ഇരുന്നാല് ദൈവം ആ അറയിൽ ഇരുത്തി വിശ്വാസത്തിന്റെ ആഴം വർദ്ധിപ്പിച്ച് ദൈവ കൃപ തന്ന് ആ അറയിലിരുന്ന് ദൈവം അവിടെ മിനുക്കി ദൈവം എടുക്കും. ദൈവത്തിന് സ്തോത്രം. And if asks you to hide in the chamber, hide in the room, then he will increase the depth of your faith over there, and he shall completely polish you and make you a new person. സ്തോത്രം. ഇരുന്നോലല്ല വരുന്നത്, പിന്നെ വരുമ്പോൾ നല്ല മിനുക്കിയ. യശയ്യാപ്രവചനത്തിലെ ഈ 49-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം കൂടെ വായിക്കാം. അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തന്റെ പൂണയിൽ മറച്ചു വെച്ചു. എഴുതിയിരിക്കുന്നത് കൈ എന്നെ മിനുക്കി അമ്പാക്കി കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു എന്നൊരു പദമാണ് ആദ്യം. And here we read that he hath made my mouth like a sharp sword. In the shadow, he has hid me in the shadow of his hand and made me a polished shaft. ദൈവത്തിന്റെ ഒളിപ്പിക്കൽ എന്ന് പറയുന്ന രക്തത്താൽ ജയം. അറയിൽ ഒളിപ്പിക്കും. ഹല്ലേലൂയ. ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഹല്ലേലൂയ, കടുന്തൂക്കിന്റെ നടുവിൽ ദൈവത്തിന് സ്തോത്രം. കൈയുടെ നിഴലിൽ ദൈവത്തിന്റെ ഒരു ഷാഡോ, ഒരു നിഴല് മതി. ഹല്ലേലൂയ. എല്ലാ വിഷയവും ഇന്ന് പകൽ എത്ര വിശ്വസിക്കണ്ടേ? തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ആരാധനയ്ക്ക് കടന്നു വന്ന ദൈവമക്കൾക്ക്, ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്ന ദൈവത്തില് ഈ പേമാരിയുടെ നടുവിൽ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ വൈറസിന്റെ നടുവിൽ ദൈവത്തിന്റെ നിഴലിനെ താണ്ടി ഒന്നും വരികയില്ല. അവന്റെ കൈയുടെ നിഴലിൽ നീ ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. And these are the ways how God hides his people. He makes them hide. He makes them hide in the prayer chamber. He makes them hide in the shadow of his hand, and his shadow itself is enough to help us get out of whatever we are facing today. അതിനായി ആത്മീയരായ ദൈവമക്കളും ദൈവദാസന്മാരും എന്നെ ഈ പ്രാർത്ഥനയ്ക്ക് വരണേ 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 എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഈ നിഴലിലോട്ടാണ് വിളിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And that is why pastors, when they call us, they ask us, they motivate us to attend the prayer meetings, because they are calling us to come into the shadow of our God. ഏത് നേരത്തും സാത്താൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നിഴലിന്റെ കീഴിൽ ഇരിക്കുന്നവർക്കെല്ലാം ദൈവത്തിന്റെ ഒളിപ്പിക്കലുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And when all the time devil is actually keeping an eye on us, whoever decides to abide under the shadow of his God is always protected by him. ഇന്ന് പകൽ ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ ആത്മാവിന്റെ മിസ്റ്ററികൾ മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. If you have
these mysteries that have been revealed to you, just praise God. ഇപ്പൊ ദൈവത്തിന്റെ കൈയുടെ നിഴലിൽ ഒളിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അറയിൽ പ്രാർത്ഥനയിൽ ദൈവം ഒളിപ്പിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ഒളിപ്പിക്കലുകളാണ് ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് So സ്തോത്രം. today we have learned that which are the ways in which God helps us hide. He makes us hide in the shadow of His hand. He makes us hide in the shadow of His hand. ഈ ക്രോധം ഭൂമിയിൽ ദൈവം വാരി എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, അത് പേമാരികളായി പകർച്ചവ്യാധികളായി ഓരോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ ഹല്ലേലൂയ ദൈവ പ്രാർത്ഥനയുടെ അറയിലായിരിക്കുന്ന ദൈവമക്കൾ, കൈയുടെ കീഴിലേക്ക് വരുന്ന ദൈവമക്കളെ എല്ലാം ദൈവം സുരക്ഷിത വലയത്തിൽ ഈ കടുംതൂക്കായ പ്രശ്നങ്ങളുടെ നടുവിലും ദൈവം മറവിനായി വരുന്നവരെ മറച്ച് സൂക്ഷിക്കും. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യാം. Even cliff-like problems, if you decide to come and hide in the prayer chamber, if you decide to come and hide in the shadow of His wing, God shall surely protect you from all of these problems and completely deliver you out of it. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആ വലിയ കരുതലിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. For God's immense protection over His children. ഇന്ന് പല ഇത്രയും ദൈവമക്കള് പലയിടങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ദൈവം നമ്മളെ വൈറസിൽ നിന്നും രോഗത്തിൽ നിന്നും കെടുതിയിൽ നിന്നെല്ലാം ഒളിപ്പിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. I praise God past week that God protected us and our loved ones from the virus and from all other deadly things that attacked on us. ഇതിനെ എല്ലാം ഹല്ലേലൂയ കടന്ന് ഹല്ലേലൂയ ഏത് ശക്തി വന്നാലും ദൈവത്തിന് ഒരു ഒളിപ്പിക്കലും കൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. No matter whatever power tries or decides to attack us, God has His own way of protecting His children. ഈ യിരെമ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 36-ാം അധ്യായം 36 verse 27 ചുട്ടുകളഞ്ഞ മുമ്പിലത്തെ ചുരുളിൽ ഉണ്ടായിരുന്ന വചനങ്ങളൊക്കെയും അതിൽ എഴുതുക. നമുക്ക് ആ അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. And when we read further down from the book of Jeremiah chapter 36 verse 27 onwards, we can see that how God hid them or protected them. ആ വാക്യം അധ്യായത്തിൽ നിങ്ങൾക്ക് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, യഹോവ അവരെ ഒളിപ്പിച്ചെന്ന് നമുക്ക് കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. And when we read that chapter, we understand that Lord Jehovah made them hide. അനന്തരം ബാരൂക്ക് എന്ന എഴുത്തുകാരനെയും യിരെമ്യാ പ്രവാചകനെയും പിടിപ്പാൻ രാജാവ് രാജകുമാരനായ യെരഹമേലിനോടും അസ്രയേലിന്റെ മകനായ സെരായാവോടും അബ്ദേലിന്റെ മകനായ ശെലെമ്യാവിനോടും കൽപ്പിച്ചു. എന്നാൽ യഹോവ അവരെ ഒളിപ്പിച്ചു. Praise God for that verse. ഈ നമ്മൾ കേൾക്കുന്നത് ഗ്രഹിച്ചാൽ നമുക്ക് ഈ ചെറിയ ചെറിയ പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്തും. ദൈവത്തിന് സ്തോത്രം ചെയ്യും. Listen to what is being said, we shall be able to stand strongly when we face trials. ആ കാലഘട്ടത്തിലെ രാജാവ് വിചാരിച്ചിട്ടും ഹല്ലേലൂയ അവിടുത്തെ അവരുടെ പേരെഴുതിയിട്ട് അവർ വിചാരിച്ചിട്ടും യിരെമ്യാവിനെ പിടിക്കാൻ പറ്റില്ല. കാരണം യഹോവ അവനെ ഒളിപ്പിച്ചു. അത് എന്തൊരു ഒളിപ്പിക്കലാന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. And read verse 26, we see that the king and all the other people, the names of the people that I've mentioned there, they all thought of arresting Jeremiah, but the Lord hid him. ആമേൻ. ദൈവത്തിന് എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ ഒളിപ്പിച്ചാൽ, ദൈവം നിന്നെ സൂക്ഷിച്ചതാ. അതിനപ്പുറത്ത് ലോകത്തിൽ ഒരു ശക്തിക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ലെന്നാ ഞാൻ ഈ പറഞ്ഞ ദൂതിന്റെ അർത്ഥം. What Holy Spirit wants to talk to us through this verse is that no matter whichever power tries to attack you, if God decides to protect you, then nobody can snatch you away from God's hand. ഹല്ലേലൂയ. ഈ കാലങ്ങളിൽ ഹല്ലേലൂയ അറയിലായിരിക്കുന്ന ദൈവമക്കൾ, ഹല്ലേലൂയ ദേശനിൽ കടന്നു വരുന്ന ദൈവമക്കളെ ദൈവത്താൽ ഒരു ഒളിപ്പിക്കലിലായിരിക്കുക, രക്തത്താൽ ജയമെടുക്കുന്നു. And you are in the chamber of in that prayer chamber, God is hiding you and making you hide and protect you. രക്തത്താൽ ജയം. അതുകൊണ്ട് പ്രാർത്ഥനയാകുന്ന അറയില് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ മിനുക്കിയ സ്ഥലത്ത് ഓരോ ദിവസവും ദൈവം നമ്മളെ മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. And in that prayer or in that chamber of prayer, as each day passes, God is polishing us. ദൈവം മിനുക്കി ഒരാളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. And God polishes a person constantly and then uses him.
നല്ലൊരു ആയുധം ദൈവം ഉപയോഗിക്കണമെങ്കിൽ അതിനെ വളരെ നാള് ദൈവം മിനുക്കിയെടുക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. If you have to use a sword or any of that sort of a weapon, then you have to polish it constantly. ചെറിയ ചെറിയ അനുഭവങ്ങൾ, ഹല്ലേലൂയ, ഭാരങ്ങൾ, ചില കെടുതികൾ, ദൈവത്തിന് സ്തോത്രം. എന്താ എനിക്കിങ്ങനെ ഹല്ലേലൂയ ഹല്ലേലൂയ പലതിലും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലല്ലോ, പലതിലും വിള്ളലുകൾ, ഹല്ലേലൂയ, ശത്രു പോരാടുമ്പോൾ ഇന്ന് പകൽ നീ ഭാരപ്പെടേണ്ട, നിന്നെ മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. If you're saying that, why is it that I have to face all this? Why do I have to face these small trials? Why is it that I'm not able to complete that I've started? That don't worry, God is polishing you. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിൽ ഏത് കാര്യത്തിലും വളരെ ശ്രദ്ധയോടെ ആയിരിക്കുമ്പോൾ വിള്ളൽ വീഴുകയില്ല. ശത്രു, ഹല്ലേലൂയ, വിള്ളൽ വരുത്തുവാൻ നോക്കുന്ന ആ ദുഷ്ടശക്തിയെല്ലാം ദൈവം മാറ്റി നിന്നെ മറയ്ക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And when these days, when you face these problems, when the devil tries to completely break you and destroy you, you shall not be broken. God shall protect you and keep you safe. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ചിലപ്പോൾ ആമേൻ ദൈവത്തിന് സ്തോത്രം. ചിലർക്ക് പറയാറുണ്ട്, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് കർത്താവേ, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, നിനക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന്റെ ഒരു പൂർത്തീകരണം വരുമ്പോൾ വിള്ളൽ വീഴുകയാണ്. ആ പോരിനെയാണ് ഇന്ന് പകൽ ദൈവാത്മാവ് ശാസിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. You might cry out to God and say that, Lord, I'm doing everything in my might for you, but I'm not able to finish. I'm not able to complete that I've started. Today, Holy Spirit wants to rebuke that power of darkness that is fighting against you. ഓ കർത്താവേ, നീ കാണുന്നില്ലയോ, ഞാൻ പലതും ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു. കർത്താവേ, നീ കാണുന്നില്ലയോ, ഞാൻ എല്ലാം നിഷ്കളങ്കതയിലും പരമാർത്ഥതയിലും ആമേൻ എല്ലാം അതിന്റെ കറക്റ്റായിട്ടാ ചെയ്യുന്നത്. പക്ഷേ വിള്ളൽ വരുത്തുന്ന ഒരു ശക്തി, ആ ശക്തിയെ ഇന്ന് പകൽ ദൈവാത്മാവ് അതിനെ ഇന്ന് പകൽ ശാസിക്കുന്ന പകലാണ്. ഇത്തത്താൽ ജയമെടുക്കും. You might be crying out to God that, Lord, I'm doing everything honestly, I'm doing everything faithfully, but I'm not able to accomplish, I'm not able to complete what I've started. Today, this afternoon, the Holy Spirit wants to rebuke that power of darkness that is trying to break you. പലപ്പോഴും ഹൃദയവേദനയോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭ ഉത്തമഗീതത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. അവർ നിഷ്കളങ്കയാണ്, ഉള്ള ഒരുത്തിയാണെന്ന ഒരു സിംഗുലർ ആയിട്ടൊരു പദം ഉത്തമഗീതം 6-ാം അധ്യായത്തിലാണെന്ന്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 9-ാമത്തെ വാക്യമാണെന്ന് നോക്കിയാട്ടെ, 6:9 ആണെന്ന് നോക്കിയേ. ദൈവത്തിന് ഒരുത്തി എന്നൊരു പദം അവിടെ കാണാൻ കഴിയുന്നു. ദൈവത്തിന് ഇഷ്ടം. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ ഉള്ളവളോ നിഷ്കളങ്കമേ ആയവളോ ഒരുത്തി മാത്രം. സഭയെ കുറിച്ച് നാദം പറയുകയാണ്. പ്രാവ് എങ്ങനെയാ ഇരിക്കുന്നത്? ഹല്ലേലൂയ. ഒളിച്ചിരിക്കുന്ന നാമേ മിനുക്കിയിരിക്കുന്നത്, അറയിൽ ഇരിക്കുന്നത്, ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ചുമ്മാങ് വെച്ചേക്കുമല്ല, നിഷ്കളങ്കതയോടെ വെച്ചിരിക്കുക. And this dove who is made to hide in this cleft of the rock, this dove that is being hidden by the Lord, this dove is being kept blameless and innocent and undefiled by the Lord. ഈ നിഷ്കളങ്കതയുള്ള ഈ പ്രാവിന്റെ അടുക്കിലേക്കാണ് നാഥൻ, സഭയുടെ നാഥനായ കർത്താവ് ഇറങ്ങി വരുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം. And this dove who is undefiled, who is completely innocent, it is unto this dove that the Lord would come down and show his face. And if you believe that, പരിശുദ്ധാത്മാവിനെ ചിന്തിപ്പിച്ചത് ഒരുത്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം സിംഗുലർ ആണ്. സഭയെ പറയുന്നത് സഭ ഒത്തിരി അല്ല, ഒറ്റ സഭയെ ഒരുത്തിയാ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. The church is not defined as a plural thing, it is defined as singular, it is one. ഇന്ന് പകൽ ഒരു വ്യക്തിയായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോഴൊക്കെ നമ്മൾ ഭാരങ്ങളിൽ പറയും, ദൈവത്തിന് സ്തോത്രം, ഞാൻ ഒരുത്തൻ മാത്രം എന്ന് നമ്മൾ പറയാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Many times when we pray, we would have said that, Lord, I'm all alone here. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരുത്തി ഈ പദം ഹല്ലേലൂയ എത്ര പേർക്ക് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഉത്തമഗീതത്തിൽ പറയാണ്, ഞാൻ നിഷ്കളങ്കതയോടെ ഒരുത്തി മാത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ സഭ ഒന്നാണ്. ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. The church of God is one, it is defined in a singular form. ഹല്ലേലൂയ. ഇതുപോലെ ഏലിയാവ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. That I am the only one left. ഹല്ലേലൂയ. അനേക പ്രതിസന്ധികൾ കണ്ടപ്പോൾ, കടുതൂക്കുപോലുള്ള വിഷയങ്ങൾ അവന്റെ സാഹചര്യങ്ങളിൽ ആ കാലഘട്ടത്തിൽ വന്നപ്പോൾ
അവൻ ദൈവത്തോട് പറയാണ്, ഞാൻ ഒരുത്തൻ മാത്രമായിരിക്കുന്നു. ദൈവത്തിന് When Elijah had to face a similar cliff-like situations in his life, he said to the Lord that, Lord, I am all alone left. ഓ, എന്നാൽ ഏലിയാവ് പറയാണില്ല, നീ ഒരുത്തൻ മാത്രമല്ല, ആമേൻ, നിന്റെ നാവിന്മേൽ ഞാൻ ഒരു ശക്തി തരികയാണ്, രക്തത്താൽ ജയമെടുക്കും. Whereas God told him that, no, you are not alone, you are not the only one left, but I shall strengthen you. ആഹാബിന്റെ കാലഘട്ടത്തിൽ ഇതാ ഒരുത്തൻ മാത്രം അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ, നിന്റെ നാവിൽ ഞാൻ ഹല്ലേലൂയ ഒരു ശക്തി തരികയാണ്, രക്തത്താൽ ജയമെടുക്കും. And we know that when he said that, when Elijah said that he was all alone, but God told him that you are not all alone, and God strengthened him. ഓ, രക്തത്താൽ എത്ര പേർക്ക് ആ ഭാഗം ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഒരു ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ മഴ ഹല്ലേലൂയ ഇല്ലാതിരുന്നിടത്ത്, നാളുകളായിട്ട് മഴയില്ലാത്തടത്ത് മഴയുടെ മുഴക്കം കേട്ടു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. And we know that when he prayed only once, and over the place where it did not rain for years, and just by his prayer it started raining over there. ഓ, ദൈവസന്നെ പ്രാർത്ഥിച്ച ഏലിയാവിന്റെ ജീവിതത്തിൽ ഒരിക്കൽ ഒരു വാക്കിൽ ദേശത്തെ തോടും നദിയെല്ലാം വറ്റിയെങ്കിൽ, അടുത്ത പ്രാർത്ഥനയിൽ ആ നാവ് കൊണ്ട് ദേശത്ത് മഴ ആ നാവിലൂടെ ശക്തി വ്യാപരിച്ചപ്പോൾ ഒരിക്കൽ വറ്റിപ്പോയ തോട്, ഹല്ലേലൂയ, ഒരിക്കൽ വറ്റിപ്പോയ നദി, ഒരിക്കൽ തകർന്നു പോയ അനുഭവങ്ങൾ എല്ലാം പിന്നെയും കേറി വരിക. And through one prayer we know that all the rivers and streams and ponds over there were completely dry, and through another prayer of his we know that it started raining over that place. So it means that the river, the stream, the pond, whichever was dry at one point, is now getting to be filled. ഒരിക്കലാമീൻ ഹല്ലേലൂയ അവന്റെ നാവിലൂടെ ശക്തി പുറപ്പെട്ട് ഹല്ലേലൂയ അതെല്ലാം വറ്റിയെങ്കിൽ അടുത്ത കുറെ കാലം കഴിഞ്ഞപ്പോൾ ആ നാവിലൂടെ തന്നെ ആമീൻ അവനിലൂടെ തന്നെ അതരവനകസ്യ ദേശത്തെല്ലാം വെള്ളം ഒഴുകുമാറ് ഒരു വലിയ മഴയുടെ മുഴക്കം അവൻ കേൾക്കുകയാണ്. We know that the first time when he prayed, all the water bodies were completely dry and withered, but with his next prayer we know there was it started raining heavily over that place, and once all the water bodies that were once dry started to get filled in. ദിവസങ്ങളിൽ നാളുകളായി ഹല്ലേലൂയ 3.5 വർഷമായി മഴയില്ലാത്തടുത്ത് പ്രാർത്ഥനയുടെ വിഷയത്തിന് മറുപടി ഇല്ലാതെ കിടക്കുന്ന ഉണങ്ങി വരണ്ട് കിടക്കുന്ന ചില വിഷയങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്ന എത്ര പേർക്ക് എന്റെ വിശ്വാസമുണ്ട്? ഹല്ലേലൂയ അതെല്ലാം മുഴക്കം കേൾക്കാൻ പോവുകയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി, നിന്റെ പ്രാർത്ഥനയ്ക്കൊരു വിടുതൽ. രാജാവിന് അറിഞ്ഞില്ല, രാജ്യത്തെ ഇസ്രായേൽ അറിഞ്ഞില്ല. ഒരുവന്റെ നാവിലൂടെ ശക്തി പുറപ്പെട്ടപ്പോൾ ഹല്ലേലൂയ മുടങ്ങിക്കിടന്ന സ്ഥലത്ത് വെള്ളം ഒഴുകാൻ തുടങ്ങിയാണ്. And if you believe, God shall do that in your life as well. All your prayer requests, whatever you have been praying for, and if your situation is completely dry and withered and hopeless, just by one word, just by commanding one word, just by one word out of his mouth, all those water bodies were filled with water. God shall similarly work in your life. വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു എന്ന് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. Once, and we know that it rained heavily over there. നാളുകളായി പ്രാർത്ഥിച്ച വിഷയത്തിനല്ല ഭയങ്കര ഒരു മറുപടി ദൈവം കൊടുക്കുക. ദൈവത്തിന്റെ സ്തോത്രം. God is answering his prayer in a miraculous way. മഴ ചെറുതായിട്ട് തുടങ്ങിയെങ്കിലും പിന്നെ മഴയെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല. സ്തോത്രം. Started in a small scale, but then it started raining very heavily. രാമാനഗസ്യ ചെറിയ മുഴക്കങ്ങൾ ഈ നാളുകളിൽ ദൈവത്തിന്റെ സഭയിൽ പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ആത്മീയ പ്രവാഹങ്ങളാക്കി മാറ്റുന്ന നാളുകളുണ്ടെന്ന് ഇന്ന് പകൽ And today Holy Spirit wants to say that even though now it has with regards to our church, it has started on a very small scale, but in the coming days God shall do miraculous and blessed things in our church. ചെറിയ പ്രാർത്ഥന ഹല്ലേലൂയ ഹല്ലേലൂയ ശക്തികൾ നാവിലൂടെ ചലിക്കുമ്പോൾ വരും കാലങ്ങളിൽ ഒരു വലിയ മുഴക്കമാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. I mean, if we believe that though our church has started on a very small scale, but in the coming days God shall heavily rain on our church, and God shall bless us. അതിനായി ദൈവമേ എന്റെ നാവിന്റെ ശക്തി ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. And if you're ready to surrender, just pray that, Lord, use me for that work. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദേശത്തിൽ അടയ്ക്കാം.
ഓ ദൈവസന്നിധി നമ്മെ തന്നെ നമുക്കൊന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. Ourselves in his presence. ഓ ഹല്ലേലൂയ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. ഈ മഴേ വീണ്ടും Hallelujah, glory. കർത്താവേ, നന്ദിയോടെ നാമത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് പകൽ വിശുദ്ധ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് ഞങ്ങൾ മഹത്വം തരുന്നു പ്രാർത്ഥനയിലൂടെ. ഹല്ലേലൂയ. സത്യേറിയ പ്രാർത്ഥനാ വാചകങ്ങൾ ഉയർന്നതിനായി സ്തോത്രം കർത്താവേ. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം. ജനത വിടുതലുകളെ കൈപ്പറ്റുന്നതിനായി സ്തോത്രം. മഴയുടെ മുഴക്കം, വിടുതലിന്റെ മുഴക്കം. ജൂൺ കർത്താവേ 11 ഹല്ലേലൂയ ചില ആത്മാക്കൾ കടന്നു വരുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, രക്തം ജയമെടുക്കുന്നു. ഈ മാസത്തിൽ തന്നെ അതിന്റെ ചലനങ്ങൾ തുടങ്ങുന്നതിന് സ്തോത്രം ചെയ്യുന്നു. മഴയുടെ മുഴക്കത്തെ ആർക്ക് തടുക്കുവാൻ കഴിയാത്ത ഹല്ലേലൂയ വലിയ പ്രാർത്ഥനയുടെ ശക്തി അത് തീനാളങ്ങളായി മാറുന്നതിനായി സ്തുതിക്കുന്നു കർത്താവ്. ഇന്ന് പകൽ വിശുദ്ധ ആരാധനയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേട്ട എല്ലാ ദൈവമക്കളെയും ബലപ്പെടുത്തണം. ഹല്ലേലൂയ. അവരുടെ സുരക്ഷിത വലയത്തിൽ മറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. നല്ല സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം. വിടുതലിന്റെ സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. നാളെ നടക്കുന്ന കർത്താവേ, ആ ശുശ്രൂഷയിലൊക്കെ അടക്കാരാധന ശുശ്രൂഷയിലും ദൈവസ്ഥാനത്ത് അനുഭവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ വഹിക്കി ബലപ്പെടുത്തണമേ. അന്യോന്യ ദിവസങ്ങളിൽ ശത്രുവിന്റെ എല്ലാ വിള്ളലുകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുക. നിന്റെ പ്രവൃത്തി ദിവസങ്ങൾ വലിയ പ്രവൃത്തിയിലേക്ക് ആ ദൈവശബ്ദത്തിന് മുന്നോട്ട് ഓടുവാന് ദൈവാത്മാവ് ഞങ്ങളെ ഇടയാക്കുന്നതിന് സ്തോത്രം. എല്ലാ കുടുംബങ്ങളെയും ഞാൻ മുദ്രവയ്ക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും മുദ്രവയ്ക്കുന്നു. ഈ ഒരാഴ്ചക്കാലം ആവശ്യമായ കൃപ ഞങ്ങളുടെ എല്ലാവരുടെ മേലും പകരുമാറുന്നു കർത്താവ്. ആവശ്യമായ ആഴ്ച ഞങ്ങൾ കർത്താവേ ഹല്ലേലൂയ ആ ദേശത്ത് കർത്താവേ ഓ ആലയത്തിന്റെ വാതിലുകൾ തുറന്നായിരിക്കുമ്പോൾ നിന്റെ സ്ഥാനത്തിന് പോയി പാനിടയാക്കണമേ. കടന്നു വരുന്നവരും ഭവനങ്ങളായിരിക്കുന്നവരെല്ലാം ഒരുപോലെ സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ അന്യോന്യം ഓർക്കുവാൻ ഇടയാക്കും. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.
ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. സർവാബേഹു മാന സർവ മഹത്വം സ്തുതിയും. സർവാബേഹു മാന സർവ മഹത്വം സ്തുതിയും. സർവീശ്വരനായ യഹോവയ്ക്കു ദാനമേ. സർവീശ്വരനായ യഹോവയ്ക്കു ദാനമേ. ദൈവത്തിന്റെ ആശ്വാസം കൂടുതൽ കൂട്ടായ്മ ഈ മീറ്റിംഗിൽ കടന്നു എല്ലാതെയും മക്കളുടെ ഭവനങ്ങളുടെ മേലും കർത്താവിന്റെ ഒരു ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.